പൊതുവെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും റാഷണലിസം, അതിൻ്റെ മലയാളത്തിൽ നാസ്തികത, ചാർവാകത, നിരീശ്വരത അല്ലെങ്കിൽ യുക്തിവാദം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ആളുകൾക്കുള്ള ഒരു ധാരണ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കലാണ്. ഫിലോസഫിയും മോഡേൺ സയൻസിനും തുടക്കം കുറിച്ച ദക്കാർത്തും ഗലീലിയോയും ആണ് ആധുനിക കാലഘട്ടത്തിലെ റാഷണലിസ്റ്റുകൾ, തത്വചിന്തയിലും സയൻസിലും. പക്ഷെ ഇവരുടെ സയൻസും തത്വചിന്തയും എന്നത് ആ കാലഘട്ടത്തിലെ യൂറോപ്യൻ സമൂഹത്തിനകത്തെ അസമത്വത്തിനും അടിമത്തത്തിനും കൊളോണിയലിസത്തിനും വംശീയതയ്ക്കുമെതിരായ സമരമായിട്ടാണ് ഇവർ ആവിഷ്കരിച്ചത്. ദക്കാർത്തോ ഗലീലിയോ ഒരിടത്തും ആരുമായി ദൈവമുണ്ടോ ഇല്ലയോ എന്ന തർക്കത്തിന് പോയിട്ടില്ല. അല്ലെങ്കിൽ ലോകത്ത് ഒരിടത്തും റാഷണലിസ്റ്റ് യുക്തിവാദികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഉള്ള ചർച്ചയിൽ പരസ്യമായ വിവാദത്തിൽ പങ്കെടുത്തില്ല. ആകെ ഒരു എക്സെപ്ഷൻ ഉള്ളത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബെർട്രാൻ റസൽ ബ്രിട്ടനിലെ ഒരു കർദിനാളുമായി ക്രൈസ്തവ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചൊരു സംവാദം നടത്തിയിരുന്നു. പക്ഷെ കാരണം സയൻസിൻ്റെ സമീപനം എന്നത് സയൻസ് ഡീല് ചെയ്യുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഡീല് ചെയ്യുന്ന വിഷയമെന്നത് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് നാം കരുതുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചും ആ പ്രപഞ്ചത്തിനകത്തെ ക്രമം, ഓർഡർ, ആ ഓർഡറിന് പിന്നിലെ കാര്യകാരണ ബന്ധങ്ങൾ, ഭൗതിക പ്രപഞ്ചത്തിന് ഈ ക്രമം ഉണ്ടാക്കുന്ന, ക്രമബദ്ധമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നിയമം എന്ന് പറയുമ്പോൾ പ്രകൃതിക്കകത്ത് അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. പ്രകൃതിയെ, ഭൗതിക പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സയൻസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നത് ഇല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും പൈതഗോറസ് മുതലുള്ള ഡെമോക്രിറ്റസ്, ഹെറാക്ലിറ്റസ് മുതലുള്ള ഭൗതിക തത്വചിന്തകരുടെ കാലം തൊട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഗൗരവമായ ഒരു ചർച്ച ലോകത്തൊരു കാലത്തും നടന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ വിവിധ മതങ്ങളിൽപ്പെട്ട മതങ്ങളിലെ പുരോഹിതന്മാരും മതപ്രചാരകരും ഒക്കെ പരസ്യവേദികളിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നത് നമ്മൾ യൂട്യൂബിലും മറ്റും കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കെജ്രിവാൾ എന്ന് പറയുന്ന ആള് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. തൽക്കാലത്തേക്ക് ലെസ്സർ ഈവിൾ എന്നുള്ള നിലയ്ക്ക് നാം കെജ്രിവാളിനെയും മമതാ ബാനർജിയെയും സ്റ്റാലിനെയും ഒക്കെ നാം തൽക്കാലം അംഗീകരിക്കുന്നു. കാരണം ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ BJPയോടൊപ്പം പോയവരാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിലും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവുമായി ഒരു തരത്തിലുള്ള ബന്ധമുണ്ടാക്കാത്ത ഒരൊറ്റ മനുഷ്യൻ ലാലു പ്രസാദാണ്. അഖിലേഷ് യാദവിൻ്റെ അച്ഛൻ പോയിട്ടുണ്ട്, മമതാ ബാനർജി പോയിട്ടുണ്ട്, സ്റ്റാലിൻ്റെ പിതാവ് പോയിട്ടുണ്ട്. കെജ്രിവാൾ 1989 മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭകാലത്ത് ഇക്വാളിറ്റി എന്ന് പറയുന്ന യൂത്ത് ഇക്വാളിറ്റി, മെറിറ്റാണ് പ്രധാനം എന്ന സംഘടന ഉണ്ടാക്കി, RSS ഉണ്ടാക്കിയ സംഘടനയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ്. അതുപോലെ കേരളത്തിലും ഇന്ന് പേര് കേട്ട പല യുക്തിവാദികളും ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇവരൊക്കെ 10-15 വർഷങ്ങൾക്ക് മുൻപ് RSS ചില ആളുകൾക്ക്, നിങ്ങളൊരു ആദ്യത്തെ 5-6 വർഷം RSSനെതിരായി ഭയങ്കരമായ വിമർശനം നടത്താം, RSSനെതിരായി എന്തും പറയാം. അങ്ങനെ RSS വിരുദ്ധ വൊക്കാബുലറിയിലൂടെ നിങ്ങളുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി 1-2 ലക്ഷം പേരുടെ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചതിന് ശേഷം സംവരണത്തിനെതിരായി സംസാരിക്കുക, ജെൻഡർ ജസ്റ്റിസിനെതിരായി സംസാരിക്കുക, ദളിതർക്കെതിരായി സംസാരിക്കുക എന്ന് വേണ്ട എല്ലാ തരത്തിലും ആധുനിക മൂല്യങ്ങൾക്കുമെതിരായി സംസാരിക്കാൻ തിണ്ണമെടുക്കിനെ കുറിച്ച്, പേട്രിയോട്ടിസം എന്ന വാക്കിന് ഞാൻ മലയാളത്തിൽ പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്തു തിണ്ണമെടുക്കിനെ കുറിച്ച് സംസാരിക്കുക, പാകിസ്ഥാനെതിരായി സംസാരിക്കുക. അങ്ങനെ ഇന്ത്യയുടെ പൂർവിക സംസ്കാരത്തെക്കുറിച്ച് ആളുകളിൽ അഭിമാനം ജലിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുക. അപ്പോൾ ഇന്ത്യയിലുണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഈ സെക്കുലർ റാഷണൽ സംഘടനകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന് പറയുന്നത് RSS ആണ്. RSS നേരിട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും
ഇവർ ഇത്തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ സെക്കുലറും റാഷണലിസ്റ്റും സയൻറ്റിഫിക്കും ആയ പ്രതീതി സൃഷ്ടിക്കുന്ന സംഘടനകളുടെ രംഗത്ത് വരികയും അങ്ങനെ സ്വന്തമായൊരു ഒരു 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 ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചതിന് ശേഷം RSSൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രത്യശാസ്ത്ര പദ്ധതി RSSൻ്റെ ഏതാണ്ട് ഗാന്ധി വധത്തിന് ശേഷം അവർ നടപ്പാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആനുഷംഗികമായി പറയുകയാണ്, 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ CIA അടുത്ത കാലത്ത് 5-6 വർഷത്തിന് മുമ്പ് പ്രസിദ്ധീകരിച്ച ചില വിവരങ്ങളിൽ ഗോൾവാർക്കർ CIAയുടെ ഏജൻ്റായിരുന്നു, പെയ്ഡ് ഏജൻ്റായിരുന്നു. RSS എന്ന് പറഞ്ഞ സംഘടനയുടെ ദീർഘകാല സർസംഘചാലകമായിരുന്ന ആളും അതിൻ്റെ സൈദ്ധാന്തികനുമായിരുന്ന ഗോൾവാർക്കർ CIA ഏജൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കാർക്കും ഞെട്ടലുണ്ടാകില്ല. പക്ഷേ സാക്ഷാൽ ജയപ്രകാശ് നാരായണൻ CIA ഏജൻ്റ് ആയിരുന്നു. കാരണം 1965 ബാങ്ക് ദേശസാൽക്കരണം, വിയറ്റ്നാം യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാട്, ദീഗോഗാർഷ്യയിലെ അമേരിക്കൻ സൈനിക താവളത്തിനെതിരായ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാട്, മറ്റ് പല കാര്യങ്ങളിലും ഇന്ദിരാഗാന്ധി സൗത്ത് ഏഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിനെതിരായി എടുത്തിട്ടുള്ള നിലപാട് കാരണം ഇന്ത്യയെ എന്ന രാഷ്ട്രത്തെ ഡിസ്മെമ്പർ ചെയ്യാതെ ഇന്ത്യക്ക് ഈ സൗത്ത് ഏഷ്യയിൽ അമേരിക്കൻ ആധിപത്യം സാധ്യമല്ല എന്ന് വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടത്തെ മാത്രമല്ല ഇന്ത്യ എന്ന സോവറിൻ സ്റ്റേറ്റിനെ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജയപ്രകാശ് നാരായണിലൂടെ ഈ ഗുജറാത്തിലും ബീഹാറിലൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ വരികയും അതിനകത്ത് തെറ്റിദ്ധാരണയുടെയും ആത്മാർത്ഥതയുടെയും ഒക്കെ ചേർത്ത് പല പല കാരണങ്ങൾ അഖിലേഷ് യാദവിനെയും ലാലു പ്രസാദ് യാദവിനെയും ജോർജ് ഫെർണാണ്ടസിനെയും പോലെയൊക്കെയുള്ള യഥാർത്ഥ ജനുവിനായ ഒരുപാട് സോഷ്യലിസ്റ്റ് ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് 50 വർഷങ്ങൾക്ക് ശേഷം നാം അടിയന്തരാവസ്ഥയെക്കുറിച്ച് റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇതിനകത്ത് വലിയൊരു ഐറണി എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് 42ാം ഭരണഘടനാ ഭേദഗതി അടിയന്തരാവസ്ഥ വേണ്ടി വന്നു എന്നതാണ്. ഒരു നമ്മൾ വിളിക്കുന്ന കാളരാത്രി എന്നാണ്. ഒരു കാളരാത്രി വേണ്ടി വന്നു ഇന്ത്യയെ മതേതര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന്. ഇപ്പം എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് ലാൽ സലാം പറഞ്ഞത് അംബേദ്കറും ജാതി നിർമ്മാർജ്ജനവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. അംബേദ്കർ നിരന്തരം പറയാറുണ്ടായിരുന്നു കാര്യം ഇന്ത്യ ഒരു കാലത്തും ഒരു നേഷൻ ആയിരുന്നില്ല. ഒരു നാഷണൽ ബിലോങ്ങിങ്, എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഇന്ത്യയിലെ ഒരു ഭാഗം ജനങ്ങൾക്കും കോമൺ ആയി ഉണ്ടായിരുന്നില്ല. കാരണം ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ആധുനികമായ അർത്ഥത്തിൽ വളരെ പ്രശസ്തമായ ബെനഡിക്റ്റ് ആൻഡേഴ്സൻ്റെ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. കാരണം ഈ രാഷ്ട്രം നമ്മുടെ ജാതി, ഗ്രാമം, പഞ്ചായത്ത്, സമൂഹം, സമുദായം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി അല്ല രാഷ്ട്രം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രം വളരെ വിസ്തൃതമായ പരസ്പരം അറിയാത്ത ജനങ്ങൾ, പരസ്പരം വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, പരസ്പരമായ ബന്ധങ്ങളോ പാരസ്പര്യമോ ഒന്നുമില്ലാത്ത ആളുകളുടെ ഇടയിൽ നമ്മൾ എന്തോ ഒന്നിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സാങ്കല്പികമായ ഒരു സമൂഹമാണ് ആധുനിക രാഷ്ട്രം എന്ന് പറയുന്നത്. അതിനു മുമ്പ് 18ാം നൂറ്റാണ്ടിൽ ആധുനിക രാഷ്ട്രങ്ങൾ ഫ്രാൻസ്, ബ്രിട്ടൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ജർമ്മൻ എന്നൊക്കെയുള്ള രാഷ്ട്രങ്ങളുടെ പേരുകൾ പേറുന്ന സമൂഹങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യർ പലതരത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പം നേരത്തെ ഇവിടെ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിച്ചു. ഇന്നിപ്പോൾ ആൻഡമാൻ ദ്വീപിലെ സെൻറ്റിനലീസ് ഐലൻഡിലെ ആളുകൾ അവർക്കൊരു ഭാഷയുണ്ടോ എന്ന് നമുക്കറിയില്ല. അവർ പരസ്പരം എന്താണ് വിളിക്കുന്നത്? കാരണം ഇന്ന് ലോകത്തിലെ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഏറ്റവും അന്യമായ ഒരു ജീവി വിഭാഗം ഹോമോസാപ്പിയൻസിലെ ഒരു ഭാഗമാണ്. 200-250 പേരേ ഉള്ളൂ. ദൗർഭാഗ്യം, സങ്കടകരമെന്ന് പറയട്ടെ, അധികം വൈകാതെ ഈ ഭാഗം എക്സ്റ്റെൻഡ് ആകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം 1975 ഇന്ത്യൻ ആന്ത്രപ്പോളജിക്കൽ സൊസൈറ്റി ഒരു അമ്മയും കുഞ്ഞിനെയും അവരെ പഠിക്കാൻ വേണ്ടി പോർട്ടിൽ കൊണ്ടുവന്നായിരുന്നു. പോർട്ടിൽ വന്നപ്പോഴത്തേന് അമ്മ മരിച്ചു, ഇൻഫെക്ഷൻ കാരണം. വളരെ പെട്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ് ആ കുഞ്ഞിനെ തിരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിൽ എത്തിക്കുക ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ അവർ എങ്ങനെയാണ്, അവർക്ക് പേരുണ്ടോ? അപ്പോൾ എനിക്ക് ഒരു പേരുണ്ട്, ലാൽ സലാമിന് പേരുണ്ട്, വളനാട് രാമേന്ദ്രന് പേരുണ്ട്.
അപ്പം ചരിത്രത്തിൽ ഈ സെന്റിനലീസ് ഐലൻഡിലെ ആളുകൾ പരസ്പരം എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? നാമധാരികളാണോ ഈ മനുഷ്യർ എന്നുപോലും നമുക്കറിയില്ല. നാമധാരികളല്ലെങ്കിൽ ഐ യു എന്ന ബോധം ഇവർക്കുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അംബേദ്കർ 1936 നമ്മുടെ സംസാരത്തിന് ത്തിൻ്റെ ഭാഗമായ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം എഴുതുന്നത്. അതിന് മുമ്പ് ഇതാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി പരിഗണിക്കപ്പെടുന്നത്. അതിന് മുൻപ് അദ്ദേഹം 1918 കാസ്റ്റ് ആൻഡ് ഇറ്റ്സ് മെക്കാനിസം അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു പുസ്തകമാണ് എന്നൊരു പുസ്തകം എഴുതിയിരുന്നു. അതായത് ജാതിയുടെ മെക്കാനിസം, അടിസ്ഥാന എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത്, അദ്ദേഹം അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പരമപ്രധാനമായ ആശയം നിർബന്ധിതമായ സ്വജാതീയ മാത്ര വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെയാണ് ജാതി പ്രവർത്തിക്കുന്നത്. അപ്പം ഇന്ന് ഈ സ്വജാതി വിവാഹത്തിന് പല പല വിശദീകരണങ്ങളുണ്ട്. അത് ആളുകളുടെ ഓപ്ഷനാണ്, ആളുകളുടെ ചോയ്സാണ്, ആളുകളുടെ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ സ്വജാതീയ വിവാഹം നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. കാരണം പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 5000-നും 10,000-നും ഇടയ്ക്ക് മാത്രം അംഗങ്ങളുള്ള എത്രയോ ചെറിയ ജാതി സമുദായങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ തലമുറകളായിട്ട് ഇവരുടെ ജീൻ പൂൾ ഈ രക്തബന്ധത്തിലൂടെ കുറഞ്ഞു വരികയും ഈ സംബന്ധത്തിലുള്ള സ്വജാതീയ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ജനറ്റിക് റിട്ടാർഡേഷൻ, അതുപോലുള്ള ജനിതകമായ പല പല രോഗങ്ങളുടെയും വിക്റ്റിംസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ പോലും വിശ്വസിക്കാൻ സാധ്യതയില്ല. എൻഡോസൾഫാൻ വിക്റ്റിംസ്. നമ്മളെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ഇത് കശുവണ്ടിക്കുള്ള തളിച്ചു എന്നാണ്. പക്ഷേ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പഠനമനുസരിച്ച് അവിടെയുള്ള മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും, ഹിന്ദു എന്ന് പറയുന്നത് ഔദ്യോഗികമായ ക്ലാസിഫിക്കേഷൻ നിലയ്ക്കാണ്. ഞാൻ ഹിന്ദു എന്ന വാക്കിനെ അംഗീകരിക്കുന്ന ആളല്ല. അപ്പോൾ ഈ ഭാഗത്തിൽപ്പെടുന്ന ആൾ ക്ലോസ് കസിൻ, അമ്മയുടെ അനിയത്തിയുടെ മക്കളെ കല്യാണം കഴിക്കുന്ന ഒരു സമ്പ്രദായം അവർക്കിടയിലുണ്ട്. നമ്മൾ പണ്ട് തിരുവിതാംകൂറിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ഈഴവർക്കിടയിൽ മച്ചുനൻ എന്നുള്ള വാക്കിലറിയപ്പെടുന്ന അമ്മാവൻ്റെ മക്കളുമായിട്ടുള്ള വിവാഹബന്ധം അതുപോലും ജനറ്റിക് റിട്ടാർഡേഷനിലേക്ക് നയിക്കാവുന്നതാണ്. അപ്പോൾ ഈ എൻഡോസൾഫാൻ്റെ വിക്റ്റിംസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജനിതക വൈകല്യത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള വിവാഹബന്ധത്തിൻ്റെ വിക്റ്റിംസാണ്. പക്ഷേ കേരളത്തിൽ അവർ ഈ മറ്റൊരു സാധനത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ വിക്റ്റിംസായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പലതവണ അവരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങളെല്ലാം, സയൻറ്റിഫിക് സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള ജനിതക ബന്ധമുള്ള, രക്തബന്ധമുള്ള ആളുകളുടെ എൻഡോഗമിയിലൂടെ ഉണ്ടാകുന്ന ജനിതക വൈകല്യത്തിൻ്റെ ഇരകളാണെന്നാണ് സയൻറ്റിഫിക് സ്റ്റഡീസ്. ലോകത്തുള്ള മൊത്തം മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്ത ഈഴവർ, നായന്മാർ, ഇവരൊക്കെ ജനസംഖ്യയിൽ വളരെ കോടിക്കണക്കിനുള്ളത് കൊണ്ട് ഇവരുടെ ഇടയിൽ ജീൻ പൂൾ കുറയണമെങ്കിൽ 100 കണക്കിന് തലമുറകൾ വേണ്ടി വരും. കാരണം ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പാണർ എന്ന് പറയുന്ന പാട്ടുപാടുന്ന ആൾക്കാർ. ഇവർ കേരളത്തിൽ 12,000 പേരാണ്. അതുപോലെ തന്നെ നമ്മുടെ കാടുകാണി എന്ന് പറയുന്ന ആൾക്കാർ 1000, 1500, 2000 പേരൊക്കെ ഉള്ളൂ. ഒരു 20 തലമുറ മതി ഇവരുടെ എല്ലാവരും രക്തബന്ധമുള്ളവരായി മാറാൻ. ആൾറെഡി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നുണ്ട്. കേരളത്തിലെ ജനിതക വൈകല്യമുള്ള ഈ എൻഡോഗമിയുടെ ഫലമായി, സ്വജാതീയ വിവാഹത്തിൻ്റെ ഫലമായി ജീൻ പൂൾ കുറയുകയും ജനിതക വൈകല്യമുള്ള സന്തതി ഉൽപ്പാദനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ജാതി സമുദായങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. 100 കണക്കിന് ചെറിയ ജാതികൾ, എണ്ണത്തിൽ കുറവായ ജാതികൾ. ഈഴവരെയും ക്രിസ്ത്യാനികളൊന്നും പെട്ടെന്നൊന്നും അത് ബാധിക്കില്ല. കാരണം കോടികളുള്ളതുകൊണ്ട് ഈഴവർ തന്നെ എടുത്തു കഴിഞ്ഞാൽ 75-80 ലക്ഷം വരും. നായന്മാരെ പറ്റിയുള്ള പെരുപ്പിച്ച കണക്ക് 1931 സെൻസസ് അനുസരിച്ചിട്ടാണ് 12% എന്ന് പറയുന്നത്. ഞാൻ അടുത്ത കാലത്ത് അന്ന് ഒരു നായർ കുടുംബത്തെ ശരാശരി 6-7 കുട്ടികളാണുള്ളത്. കാര്യവട്ടത്തെ ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൽ ചില ആൾക്കാരുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 1.5 ആണ്. 1.5 കുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. മുസ്ലിങ്ങളുടെ ഇടയിലെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.1, 2 കുട്ടി. ഇപ്പോൾ ഈ ഫെർട്ടിലിറ്റി റേറ്റും 1935 ശേഷം ഏതാണ്ട് 96 വർഷമായി.
ഇപ്പോൾ ശരാശരി മിഡിൽ ക്ലാസ് എല്ലാ നായന്മാരുടെയും ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി എന്ന് പറഞ്ഞാൽ വെറും 4-നും 5-നും ഇടയ്ക്ക് ശതമാനം മാത്രമേ ഉള്ളൂ കേരളത്തിലെ നായന്മാരെന്ന് പറയുന്നത്. പക്ഷേ 12% വരുന്ന പുന്നല ശ്രീകുമാറിനെ കാണാൻ ഒരു രാഷ്ട്രീയ നേതാവും അങ്ങോട്ട് പോകില്ല. കേരളത്തിൽ 12% 9.8 ആണ് ദളിതരെന്ന് പറയുന്നത്, 1.7 ആണ് ആദിവാസികൾ എന്ന് പറയുന്നത്. കൺവെർട്ട് ക്രിസ്ത്യൻസ് പറയുന്നത് 3-4% ആണ് എന്ന് പറഞ്ഞാൽ 14-15% വരുന്ന ഒരു സമുദായത്തിൻ്റെ നേതാവിനെ കാണാൻ ഒരു രാഷ്ട്രീയ നേതാവും ചോദിക്കുന്നില്ല. നമ്മുടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും ഒക്കെ ഈ 4% മാത്രം വരുന്ന സുകുമാരൻ നായരെ കാണാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. പക്ഷെ അവർ 1931 സെൻസസ് കണക്ക് മാത്രമല്ല, നമുക്കറിയാം ബൂത്തിൽ ചെല്ലുമ്പോൾ മേനോനായാലും കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായ സംഭവം ഉണ്ടായി. 5ാമത്തെ തവണയാണ് വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ 4 തവണയും അയാൾ പറഞ്ഞത് വി ഡി സതീശൻ എന്ന ഞാൻ, നമ്മൾ അസംബ്ലിയിൽ കേട്ടതാണ്. പക്ഷെ ഇത്തവണ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന ഞാൻ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. ഒന്നുകിൽ സുകുമാരൻ നായരെ എന്നൊക്കെ പരിഹസിക്കാനായിരിക്കും, തന്നെ പോലെ ഒരു താഴ്ന്ന ജാതി നായരല്ല ഞാൻ, കൂടിയ നായരാണെന്ന് പറയാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ വലിയ നായർ തന്നെ ആകണം. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ BJPയുടെ വരവിനെ പ്രതിരോധിച്ചുകൊണ്ടും പിണറായിയുടെ എതിർപ്പുള്ളത് കൊണ്ടും ഒക്കെ തന്നെ ഒരു ലെസർ ഈവൾ എന്നുള്ള നിലയ്ക്ക് UDFൻ്റെ വിജയത്തിൽ സന്തോഷിക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെൻറ്റിനേക്കാൾ വലിയ നായർ നസ്രാണി പ്രീണനമായിരിക്കും വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.